ഞാൻ കണ്ണൂർ സ്ക്വാഡ് എന്നൊരു സിനിമയിലെ ഒരു സീൻ സാറിനോടൊപ്പം ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ അന്ന് സാറിന് ചുറ്റും സിസിക, റോണി, ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യണമെന്ന് സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിനെ കൂടെ ഒരു എന്താ സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റിയ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ കൂടെ നിറഞ്ഞു നിന്നവരുടെ വിനായകൻ്റെ കൂടെ എന്തായാലും ഇപ്പൊ സംഭവിച്ചു. നൈസീറെ കണ്ടോ ആരെങ്കിലും? പൊടിച്ചിട്ടില്ലേ? ഇതുകൊണ്ട് എന്തുകൊണ്ട് പൊടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്നുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്ന അതുപോലെ ഒരാളാണ്. ഞാനൊരു പരസ്യചിത്രത്തിൽ അയാളെ കണ്ടത്. ഫോൺ പേ ദുൽഖറും സമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ് അദേരി എന്നുള്ള ഡയറക്ടറുണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ നമ്പർ തരാൻ അയച്ചു കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയച്ചു. അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് സത്യത്തിന് അയച്ചത്. അപ്പോൾ പെണ്ണെ ഇങ്ങനെ ഒരു സംഭവിച്ചു. അപ്പോൾ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു. പിന്നെ അസീസിനെ പറ്റിയൊന്നും പറയാനില്ല. അസീസ് ഇപ്പോൾ വലിയ തിരക്കുള്ള നടനാണ്. പക്ഷേ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയിൽ സഹകരിച്ചിട്ടുള്ളത് അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാവരും അഭിനയിച്ചിട്ട് വന്നിട്ടുണ്ട്. പോയോ? മോനിൽ ഓടിച്ചിരിക്കുന്നു. വലിയ നടന്മാരൊക്കെ നീ വലിയ നടനാണ്, നീ അവിടെ പോയി ഓടിച്ചിരിക്കുന്നത്.